എന്നാ കുടുംബം എന്നറിയോ? അള്ളാഹുവെ, കൂടപ്പറപ്പുകളെ മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ഇംഗ്ലീഷ് പാടാ, എന്താ രസമല്ലേ, അരപ്പാവാടിയിട്ട് ആടുന്നത് കാണുന്ന ആരാ? ഉമ്മായും മക്കളും കൂടെ. എങ്കിൽ നിന്റെ ഖുർആൻ എന്തേ പറഞ്ഞെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ ഉമ്മാടെയും വാപ്പാടെയും റൂമിൻ്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. പെണ്ണ് കെട്ടാൻ പ്രായമുള്ള മക്കളല്ല, 6-7 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത മക്കൾ. നമ്മുടെ കൊച്ചു മക്കൾ വീടിന്റെ മുന്നിൽ വാപ്പാടെ ബെഡ്റൂമിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിച്ചിട്ടേ കേറാവോ. എപ്പോഴാ 3 സമയം? സുബഹിക്ക് മുമ്പുള്ള സമയം, ളുഹറിന് ശേഷമുള്ള സമയം, നട്ടുച്ച സമയം, പാതിരാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ റൂമിന്റെ അകത്ത് കയറരുത്. കാരണം എന്തേ? സുബഹിക്ക് മുമ്പ് ഉമ്മായും വാപ്പായും നല്ല ഉറക്കവാ. അവർത്തൊക്കെ ഉപ്പാടെ മുണ്ട് അവിടെ കിടക്കും, ഉമ്മാടെ അതവിടെ കിടക്കും, ഇങ്ങനെ കിടക്കാം. ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ഒരല്പനേരം കിടക്കുന്ന സ്വഭാവം, ആ സമയത്ത് ഔറത്തുകൾ തുറന്നു കിടക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് 2 പേരുടെയും ഔറത്ത് തുറന്നു കിടക്കാം. ആ സമയത്ത് മക്കൾ റൂമിന്റെ അകത്ത് കയറി വന്നാൽ 5 വയസ്സുള്ള 6 വയസ്സുള്ള മകൻ ഉമ്മയുടെ ഔറത്ത് കണ്ടാൽ ഒന്നും തോന്നാറില്ല. എങ്കിലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അത് പതിയും. വാപ്പയുടെ ഔറത്ത് 6 വയസ്സുള്ള മകള് ബെഡ്റൂമിൽ കിടക്കുമ്പോൾ വാപ്പ മുണ്ടില്ലാതെ കിടക്ക. ഇത് കണ്ടിട്ട് ആ മകളുടെ മനസ്സിന്റെ ഉള്ളിൽ അത് തറയ്ക്കും. സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മകനും മകൾക്കും ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണാൻ പാടില്ല. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ഒരുമിച്ചിരുന്ന് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എന്തേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ചരിത്രമാണ്. ഈ ചരിത്രം കേട്ട് അവർ ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് പിരിവെടുത്തു. ഇൻഷാ അല്ലാഹ് പെട്ടെന്നെടുത്തോ. എല്ലാവർക്കും ബക്കറ്റ്. എല്ലാവരും എൻ്റെ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ. എന്തിനാണെന്നറിയാവോ? നിന്റെ ഭർത്താവ് നേരെയാകണോ? എത്ര കൊല്ലമായി ഉസ്താദേ? 3-4 മക്കളായി പോയി നരകിച്ച് ജീവിക്കുകയാ. പെങ്ങളെ, തലതിരിഞ്ഞു പോയ നിന്റെ ഭർത്താവ് നന്നാകണമെങ്കിൽ, ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെൺമക്കളോട്, നിങ്ങൾക്കൊരു അല്ലാഹുവിനെ ഭയമുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ സദക്ക കൊടുക്കും മക്കളെ. മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കും മനുഷ്യ. അല്ലാഹു നിനക്കൊരു നല്ല ജീവിതം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരാളുടെയും കാശ് അല്ലാഹുവിന് വെറുതെ വേണ്ട. ഒരുത്തന്റെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. ഇത് കൊടുത്താ നേട്ടം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ നേട്ടം. അസ്സദഖത്തു റത്തുൽ ബലാ. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം വീട് വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണ്. കിഡ്നി തകർന്നു പോയാൽ മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങളാണ്. അതുകൊണ്ട് പെങ്ങള്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കരിച്ചു കളയാനുള്ള മരുന്നാണ് സദക്ക. കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നശിക്കാതിരിക്കാനുള്ള മരുന്നാണ് സദക്ക. സമാധാനമുള്ള ജീവിതത്തിനുള്ള ഒരു മരുന്നാണ് സദക്ക. സിറാജ് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അസ്സദഖത്തു റത്തുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞിട്ട് കൊടുക്കൂ. എത്രയോ ക്യാൻസർ രോഗികളെ കാണുന്നവരാണ്. എത്രയോ കാലുപോയവര്, കൈപോയവർ, പടച്ചവനെ നട്ടല്ലൊടിഞ്ഞവർ, തളർന്നു കിടക്കുന്നവർ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണുന്നവരാണ്. സ്വന്തം ഭാര്യ പോലും ആഗ്രഹിക്കുന്ന ഭർത്താവ് മരിക്കാ, തന്റെ ഭാര്യയൊന്ന് മരിക്കാ ഭർത്താവ് ആഗ്രഹിക്കുന്നു. സ്വന്തം മക്കള് ദുആ ചെയ്യുന്ന പടച്ചവരെ, എന്റെ വാപ്പാനെ മരിപ്പിക്കണേ അല്ലാ, എന്റെ ഉമ്മാനെ മരിപ്പിക്കണേ അല്ലാ എന്ന മക്കള് പോലും ദുആ ചെയ്യുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മാരകമായ രോഗങ്ങളെ തകർത്ത് കളയാൻ സദക്കയ്ക്ക് കഴിയും പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് കൊടുത്തോ.
ഒരു നല്ല കാര്യത്തിനല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നറിയോ? നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നറിയോ? നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത് നിർത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുക്കൂ. പറ 3 സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, അവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പടച്ചവനെ, അതാ നിങ്ങൾക്ക് മാതൃകയായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പറഞ്ഞു തരാ. നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെ ജീവിച്ച കുടുംബത്തിലാണ് സമാധാനമുള്ളത്. ഇങ്ങനെ ജീവിക്കുന്ന കുടുംബത്തിലാണ് സന്തോഷമുള്ളത്. ഇങ്ങനെ ജീവിക്കുന്ന കുടുംബത്തിലെ മക്കളാണ് അല്ലാഹുവേ സ്വാലിഹീങ്ങളാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവിയെ മുത്തുനബി വിവാഹം കഴിക്കുന്നത് പ്രവാചകൻ 25 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ പ്രവാചകൻ 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഇവര് രണ്ടുപേരും കൂടെ 25 കൊല്ലം ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ കേൾക്കണം, ആരാ ഖദീജ? ആരാ ഖദീജ? ഖദീജയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കും. ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയത്, ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ, ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് അല്ലാഹു ഒരു കൊട്ടാരം കൊടുക്കും. എന്തിനാണെന്നറിയോ? പെണ്ണുങ്ങൾ കേക്ക്, എന്തിനാണ് അല്ലാഹ് ഇത് കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുത്ത പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? 25 കൊല്ലം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്താത്തതിന് അല്ലാഹ് സ്വർഗത്തിൽ കൊട്ടാരം കൊടുത്തു. നിങ്ങൾക്ക് കിട്ടുമോ? ചിലപ്പം ഭർത്താവിന് കിട്ടും, നിനക്ക് കിട്ടൂല. നിനക്ക് കിട്ടൂല. ചില ഭർത്താക്കന്മാര് പാവം സാധു. എല്ലാരും അങ്ങനല്ല. 3 വിഭാഗം ആൾക്കാര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം ആണുങ്ങളുണ്ട്. ആ 3 ആണുങ്ങളിൽ ഒരാണ് പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഏത് ഭർത്താവ്? ഏത് ഭർത്താവ്? പെണ്ണുമ്പിള്ള വരയ്ക്കണ വരയ്ക്ക് അപ്പുറത്തേട്ട് കിടക്കൂല. അതിനിവിടെ എന്താപ്പ പറയാ? എന്താ പറയാ? പെണ്ണുമ്പിള്ളയുടെ വാക്ക് മാത്രം കേൾക്കണ ചങ്ങാതിക്ക് എന്താപ്പ പറയാ? ഞങ്ങളുടെ നാട്ടില് പെൺകോന്തെന്ന് ഇവിടെ എന്താ പറയാ? എന്താ താത്ത പറയാ? അവർക്കറിയണ്ട. ഭാര്യ പറയണതിനപ്പുറം അനങ്ങൂല. അങ്ങനത്തെ നീ വെറുതെ പോലട്ടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ്. ബക്കറ്റ് പിരിവ് കഴിഞ്ഞാ പെൺകുട്ടികളൊന്ന് ഉഷാറായിക്ക്. പെമ്മ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ആ പുറത്തേക്കണ ചങ്ങാതി ഞാൻ നിർത്താം. ആ പുറത്തേക്കണ ചങ്ങാതി, നിങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ വാ. ഇൻഷാ അല്ലാഹ് വാ. സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കൂ. ബാക്കി എല്ലാവരും മുന്നോട്ട് വാ. ആണുങ്ങളൊക്കെ വാ, ദുആ ചെയ്യാൻ വാ. ബിസ്മില്ലാ, പെട്ടെന്ന് വാ. ആണുങ്ങളൊക്കെ കയറിക്ക് ദുആ ചെയ്യാൻ പെട്ടെന്ന് കയറി.
എല്ലാരും ഉണ്ടുപ്പാ ഉണ്ടോ? പാപ്പ ഇപ്പോഴും സൂറത്തില്ല. ഇൻഷാ അല്ലാഹ് വാ ഇങ്ങോട്ട് കേറ്, ചങ്ങായിമാര് കയറ്. ഇൻഷാ അല്ലാഹ് ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് വാ. ഇനി ഒരുപാട് നിൽക്കാനുള്ളതല്ലേ, ഇനി ഒരുപാട് നിൽക്കാൻ പോവാ, ഓടാൻ പോവാ, നിൽക്കാനല്ല ഓടാൻ പോവാ ജീവനും കൊണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. പുറത്തേക്കണ ചങ്ങായിമാർ തത്തമാരൊക്കെ എഴുന്നേക്ക്. വെള്ളമൊന്നും വേണ്ട ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്താം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അവിടുന്ന് 25 കൊല്ലം ഖദീജ ബീവിയും പ്രവാചകനും ജീവിച്ചു. പാട്ട് കേൾക്കുമല്ലോ ഖദീജ ബീവിയുടെ പാട്ട്. അവൾക്ക് ഖദീജ ആരാന്ന് പോലും അറിയില്ല. അതുകൊണ്ടാ കേട്ട് ഇങ്ങോട്ട് കയറി നിർത്തവാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഹിമ്മത്ത്, അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അള്ളാഹു അടുപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഹൃദയങ്ങൾ അടുപ്പിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ അടുത്ത് ഇൻഷാ അല്ലാഹ് ഇനി ആരും ഇരിക്കരുത്. ഇനി ദുആ ചെയ്ത് സലാത്ത് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു. അതിനു മുമ്പ് ആരും ഇരിക്കരുത്. കാരണം എന്തേ? ആരോഗ്യമില്ല ഇല്ലേ? 500 1000 മാറാൻ ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോൾ ആരോഗ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ പിന്നെ പൈസ തന്നെ കിട്ടാനില്ല ബാങ്കിൽ. നല്ലതാ, ഓനാരും കുറ്റം പറയണ്ട. ഇതൊക്കെ നല്ലതാ. അൽഹംദുലില്ലാഹ്. വന്ന വഴി മറന്നപ്പോൾ അള്ളാഹ് എന്ന ശിക്ഷ ഇതൊക്കെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചങ്ങായിമാരെ ഇങ്ങോട്ട് കയറി വിടാം. ബക്കറ്റൊക്കെ ഇങ്ങോട്ട് കയറി ഇൻഷാ അല്ലാഹ്. എല്ലാം കയറി, എല്ലാവരും ഇങ്ങോട്ട് കയറി. കസേരൊക്കെ പിന്നെ പറക്കാപ്പ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഈ ചങ്ങായിമാരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? ഇങ്ങോട്ട് കയറട അനിയന്മാരെ. നിങ്ങളാ വാഴ്ത് കേൾക്കേണ്ടത്. വാപ്പ വാഴ്തിന് 1ാമത്തെ സഫില്, ഉമ്മ 2ാമത്തെ സഫില്, മക്കള് റോഡില്. ഇതാ വാഴ്ത്. ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു എത്ര വാഴ്ത് കേട്ടാലും എന്തൊക്കെ ഉപദേശം കേട്ടാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു. കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നിൽക്കുന്നത് അത്താമാര് കുറച്ചു നേരം നിന്നിട്ടങ്ങ് ഇരുന്നോ കേട്ടോ, കുഴപ്പമില്ല. ആരുടെയും ജീവിതത്തിൽ വയല് കേട്ടിട്ടൊന്നും വലിയ മാറ്റം വരുന്നില്ല. എന്താണെന്നറിയില്ല. നമുക്ക് നന്നാകാൻ കഴിയുന്നില്ല. കാരണം നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ ഒരുപാട് കാലം ജീവിക്കുമെന്ന്. അതാ ആരാ പറഞ്ഞേ? ഇന്ന് നേരം വെളുപ്പിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് നമുക്കറിയാം. എന്നിട്ടും നമ്മുടെ ഈ ധാരണ മാറണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരാളുടെ മരണം അടുത്തു എന്ന് അറിയാൻ വല്ല അടയാളമുണ്ടോ? വേണോ വേണ്ടേ? ഈ ചിരിയൊക്കെ അങ്ങ് മാറും. അതുകൊണ്ടാ ചോദിക്കണേ, വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരൊക്കെ കൈപൊക്കിക്കോ. അടയാളം പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചോ. നാളെ രാവിലെ പോയിട്ട് എല്ലാ താത്താമാരോടും നിനക്ക് ഈ പറഞ്ഞ അടയാളങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് മനോഹരമായിട്ടൊരു കബർ ഈ മകന്റെ ഉമ്മ ഉണ്ടായി സ്റ്റേജില്. റംലാത്ത എന്ന് പറയുന്നൊരു താത്ത ഈ കൂട്ടത്തിലുണ്ടാ? കരിയാട് പഠനക്കട താത്താടെ കാക്കുണ്ടെങ്കിൽ ഒരുങ്ങിക്കോടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരെണ്ണമല്ല ഉസ്താദെ, ഏകദേശം നരച്ചിരിക്കുക. ദേമനാത്ത എത്ര നരച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പിടിത്. ഭർത്താവിന്റെ മുടി വെട്ടുന്നത് ഭാര്യ. ഇങ്ങനെ മുടി നരച്ചിട്ടോ. പഴയ ആരോഗ്യം നമുക്ക് ആർക്കുമില്ല. ജോയിന്റുകൾക്ക് വേദന. എന്റെ പ്രിയമുള്ളവരെ, സുജൂദ് ചെയ്യാൻ വയ്യ. നെഞ്ചു വിരിച്ച് നടന്നവർ അള്ളാഹുവേ കുനിഞ്ഞു കൂനു വന്നു തുടങ്ങി പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും 25 കൊല്ലം ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു ദിവസം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സായി. പെങ്ങളെ 65 വയസ്സായി. കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പുതിയ വസ്ത്രവും ധരിച്ചിട്ട് നിൽക്കുകയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പം 45 കഴിഞ്ഞ പെണ്ണും പിള്ളയും കെട്ടിയവനും 2 റൂമിലാ, ഒരുമിച്ച് കിടക്കാറില്ല.
ഭാര്യയും ഭർത്താവും ഇന്നിപ്പോ പടച്ചു നോക്കി ഈ സദസ്സിൽ നിൽക്കണേ എത്ര വാപ്പമാരുണ്ട് ഭാര്യയുടെ കൂടെ കിടക്കണേ. ആമിന വാടി കിടക്ക, മക്കളൊക്കെ നിൽക്കുന്നെന്ന് ഉമ്മ പറയണതാ. പ്രായമായി കഴിഞ്ഞ രണ്ടും രണ്ട് തട്ടില്. അപ്പൊ നീ പെണ്ണ് കിട്ടിയ എന്തിനാ കിട്ടിയേ? മക്കൾ എന്തോ ചെയ്യട്ടെ, നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്ക് വേണം. പോയി താങ്ങും തണലുമാകും. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രം ധരിച്ച് നിൽക്കുകയാ. അതാ വരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബി വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. കല്യാണത്തിന്റെ തലേ ദിവസം മാത്രമല്ല, ഒരാഴ്ച മാത്രമല്ല, 65-ാമത്തെ വയസ്സിലും ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിന്നു. അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വന്നു. സലാം പറഞ്ഞു സ്വീകരിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജയെ കുറിച്ച് പറഞ്ഞ കരയുമായിരുന്നു. തന്റെ വീട്ടിലെങ്ങാണം ഒരു നല്ല കറി വെച്ചാൽ തന്റെ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് പോലും കൊടുക്കുമായിരുന്നു. വെറുതെയല്ല, അവസാനം അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, 65 വയസ്സുള്ള ഖദീജ ബീവി മുത്തുനബിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. റസൂലുള്ള ചോദിച്ചു, ഖദീജ, എന്തിനാ നീ എന്നെ നോക്കി ചിരിക്കുന്നത്? എന്തൊരു പ്രകാശമാണ് നബിയേ, എന്തൊരു സൗന്ദര്യമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്ന മുഖമല്ലേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, 25 കൊല്ലം കൊണ്ട് നീ എന്റെ മുഖം കാണുന്നതല്ലേ? വീടിന്റെ അകത്ത് കിടന്ന് തമ്മിലടിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും കേട്ടോ, മക്കളെ നശിക്കാനുള്ള കാരണം നിങ്ങളാണ്, നിങ്ങളുടെ ഈ സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ പോലെയാകണം, നിങ്ങൾ ഇവരെ പോലെയാകണം. ഇവരെ പോലെയായാൽ വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സഹോദരാ, നിങ്ങൾ കുടുംബസമേതം സ്വർഗത്തിൽ സ്വർണത്തിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ ആടുകയാ. എല്ലാരും നിങ്ങളോട് പറയുന്നു അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. മലക്കുകൾ മുഴുവനും നിങ്ങളെ ബഹുമാനിക്കുകയാണ്. ഇത് കാണുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കും, ആമീന, നീ ഇവിടെയും ഒരുമിച്ചാണല്ലോടി, നിങ്ങളെ നാട്ടില് ജീവിച്ചതുപോലെ ഭർത്താവും മക്കളും നിങ്ങൾ ഇവിടെ കുടുംബസമേതം ഒരുമിച്ചാണല്ലോ, എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? ആ ചോദ്യത്തിന് മറുപടി കഴിയണമെങ്കിൽ, ആ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഇതുപോലെ ജീവിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ ഖദീജ കിടക്കുകയാണ്. റസൂലുള്ളാഹിയോട് തമാശ പറയുകയാണ്. മുത്തുനബി ചിരിക്കുന്നത് കണ്ടപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, 25 കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണ്, ഞാൻ പോകുകയാ, നമ്മൾ പിരിയാൻ പോകുകയാണ്, പിരിയാൻ പോകുകയാണ് നബിയേ. ഈ 25 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ, ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈ കൊണ്ട് വാപൊത്തി പിടിച്ചു. ഖദീജ ബീവിയുടെ വാപൊത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. നിന്നെ യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിച്ചു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിന്റെ മയ്യത്ത് പൊതിയുമ്പോ അങ്ങയുടെ
നബിയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പ് എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണം. നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം. ഖബറിൽ കിടക്കുമ്പോ പോലും എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. മൂന്നാമതായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് എന്റെ ശരീരം മണ്ണിലിറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാ. ഇതെന്റെ ആഗ്രഹവാ, ഇതെന്റെ ആഗ്രഹവാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താവുകയാണ്. അവിടുന്ന് മരണപ്പെട്ടു. റസൂലുള്ളയാണ് മയ്യത്ത് കുളിപ്പിച്ചത്. മുത്തുനബി തന്നെയാണ് മയ്യത്ത് കുളിപ്പിച്ചത്. ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അവസാനം മയ്യത്ത് പുതിയ സമയമാകുമ്പോ റസൂലുള്ള തന്റെ ചുമലിൽ കിടക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുക്കുകയാണ്. എന്തിനാ ഭാര്യ പുതിയ, എന്തിനാ ഭാര്യയുടെ കഫം പുതിയ? അവിടുന്ന് കഫം പൊതിഞ്ഞു. അവസാനം അല്ലാഹുവേ നിസ്കാരം കഴിഞ്ഞു. റസൂലുള്ള ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. കാരണം തന്റെ ഖദീജയെ വെക്കാൻ പോകുകയാണ്. തനിക്ക് താങ്ങും തണലുമായി നിന്ന ഖദീജയെ മണ്ണിലേക്ക് ഇറക്കുകയാണ്. മുത്തുനബി ജനാസ എടുത്തു മണ്ണിലേക്ക് ഇറക്കി വെച്ചു. ഖദീജ ബീവിയുടെ ശരീരത്ത് കെട്ടിയിരുന്ന 3 കെട്ടുകൾ അഴിച്ചു മാറ്റി. ഖദീജ ബീവിയുടെ മുഖം കാണുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബി കരയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കാരണം ഭാര്യയാണല്ലോ, കാരണം ഭാര്യയാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. 3 കെട്ടുകൾ അടിച്ചു മാറ്റി. അവസാനം സുബ്ഹാനല്ലാഹ്, ഒരു പിടി മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെക്കുമല്ലോ. ഞാനും നിങ്ങളും വാപ്പാടയും ഉമ്മാടയും കബളിന്റെ താഴെ വെച്ചവരാ. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ എന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴെ വെച്ചിട്ട് കിബലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ ഖബറിലിറക്കി വെച്ച് മണ്ണ് വാരി കബളിന്റെ താഴെ വെച്ചിട്ട് തലയങ്ങ് തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിയുടെ കവിളില് മണ്ണ് തൊടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ, നീ പൊരുത്തം ചോദിച്ചിട്ട് വേണം മരിക്കാൻ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ. ഭാര്യയുടെ പൊരുത്തമില്ലാതെ നിങ്ങളും മരിക്കരുത്. ഓരോ രാത്രി കിടക്കുമ്പോഴും ഭർത്താവും ഭാര്യയും പരസ്പരം പൊരുത്തം ചോദിക്കണേ. എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, ഈ അടുത്തൊരു മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവസാനം ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, നീ ഇറങ്ങിപ്പോകാറുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ, എന്റെ വീടിന്റെ അകത്ത് എനിക്ക് സമാധാനമില്ല. എന്റെ വാപ്പയും ഉമ്മയും എപ്പോഴും തമ്മിലടിയാ ഉസ്താദ്. രണ്ടുപേർക്കും എന്നെ സ്നേഹിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഇറങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, കുടുംബജീവിതത്തിൽ അടിയും വഴക്കും ബഹളവും എല്ലാം ഉണ്ട്. പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിലല്ല, മക്കളുടെ മുന്നിലല്ല. നിങ്ങൾക്ക് തല്ലണോ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് തല്ല്, വഴക്ക് കൂടണോ അതിനകത്ത് കിടന്ന് വഴക്ക് കൂട്, പിണങ്ങ അതിനകത്ത് കിടന്ന് പിണങ്ങ്. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങിയാൽ രണ്ടുപേരും എല്ലാം പറഞ്ഞു തീർത്തിട്ടിറങ്ങണേ. അല്ലാതെ ഇത് കണ്ട് വളരുന്ന മക്കളാണ് ഭാവിയിൽ അവർ മോശക്കാരാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിക്ക്. അല്ലാഹു തന്ന ആയുസല്ലേ. എന്തിനാ വാപ്പാ ഈ പ്രായമുള്ള കാലത്ത് ഇങ്ങനെ തമ്മിലടിച്ചട്ടി അവസാനം മോശമാക്കുന്നത്? നിനക്കൊന്നുമില്ലെങ്കിലും 40, 50, 60 വയസ്സായില്ലേ. ഇനി എന്ന് നന്നാകാനാവുമ്മ? ഇനി എന്ന് നന്നാകാനാ പെങ്ങളെ? മക്കളെയൊക്കെ കെട്ടിച്ചില്ലേ? ഇനിയെങ്കിലും നിനക്കൊന്ന് നേരെയായിക്കൂടെ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, മക്കള് നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് നമ്മളാ. നമ്മൾ നന്നായാ നമ്മുടെ മക്കള് നന്നാകും. നമ്മളാണ് നമ്മുടെ മക്കളുടെ ഒന്നാമത്തെ ഗുരുനാഥന്. പള്ളിയിലെ ഉസ്താദോ സ്കൂളിലെ സാറോ മക്കളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് കാണിക്കാനുള്ളതാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണിനെ കെട്ട്.
ാമത്തെ കാര്യമല്ലോ ഗർഭിണിയായ ദുആ ചെയ്യ്. 7 ഗർഭിണി ആയിരിക്കുന്ന സമയത്തെ മക്കളെ നന്നാക്കാൻ തുടങ്ങ്. 8 മക്കൾക്ക് അല്ലാഹുവേ പ്രസവം കഴിഞ്ഞാൽ ബാങ്കമിക്കാമത്തും കൊടുക്ക്. ഖുർആൻ ഓതേണ്ടത് ഓത്. നല്ലവരെ കൊണ്ട് മക്കൾക്ക് തൊട്ട് കൊടുക്ക്. 7 എഴുന്നേക്ക്, ഞാൻ പറഞ്ഞിരിക്കുക, എഴുന്നേക്ക്. ബിസ്മില്ലാ. അള്ളാഹ് ചോദിക്കുകയാ, അമ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമോ താത്ത? നിന്റെ അടുത്ത് ഞാൻ പറയാ 1 ലക്ഷം രൂപ തരാൻ നിൽക്കാൻ, നീ വെളുപ്പാങ്കാലം വരെ നിൽക്കും. കാരണം എന്തേ? അത് ദുനിയാവിൽ. അള്ളാഹുവേ, ഈ സദസ്സിൽ നിൽക്കുന്ന കാല് നാളെ സിറാത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, കാല് തെറ്റിയിട്ട് നരകത്തിൽ വീണു പോകുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ. അള്ളാഹുവേ, ഇവിടെ ഞങ്ങൾ ഈ സ്വർഗത്തിൽ നിൽക്കുന്നു. അള്ളാഹുവേ, ഈ നിന്ന ഞങ്ങളെ നാളെ പരലോകത്ത് നിർത്തിയിട്ട് ഉരുക്കല്ലേ തമ്പുരാനെ. ഈ നിന്ന കാല് സ്വർഗത്തിലേക്ക് ചവിട്ടാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാൻ. ഇനി നിൽക്കണോ ഇരിക്കണോ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെപ്പോലും മനുഷ്യനാ ഞാൻ 9 മണി മുതൽ നിൽക്കാൻ തുടങ്ങിയതാ. 1 മിനിറ്റെങ്കിലും ഇരുന്ന ഇല്ലല്ലോ. ഇരിക്കുതാത്ത, നിൽക്കുതാത്ത. കാരണം എന്തേ? അള്ളാഹു നിന്നോട് കരുണ കാണിക്കണമെങ്കിൽ എന്തെങ്കിലും വേണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാർക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഈ മൈക്ക് സെറ്റും മറ്റുള്ള കാര്യമായിട്ട് അവർക്ക് ചെലവായിട്ടുണ്ട്. ഉസ്താദെ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഇവിടുത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കണം. ആ മക്കളുടെ ആഗ്രഹമാണ്. ഇവിടുത്തെ പള്ളിയിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കട്ടിൽ. മയ്യത്ത് അതിനിപ്പോൾ എത്ര രൂപ ആവും? ഏകദേശം എന്താ കണക്ക് വല്ല അറിയോ? ഈ സമയത്ത് തന്നെ ഇന്നോ നാളെയോ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സംഘാടകരെ തേടി വന്നിട്ട്, ഉസ്താദെ, എൻ്റെ വകയായിട്ട് ഞാനൊരു സദക്ക, അത് മയ്യത്ത് കട്ടിലുമായി മരണത്തിന് ശേഷമുള്ള കാര്യവുമായി ബന്ധപ്പെട്ടതാണല്ലോ, എനിക്ക് അള്ളാഹു പ്രതിഫലം തന്നാ മതി എന്ന നിയത്തോടെ നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ കൈപൊക്കാൻ ആളെ ഒന്നും നിർത്തിയിട്ടില്ല. ഊരി തരാൻ വേണ്ടി താത്തായോട് പറഞ്ഞു വെച്ചിട്ടുമില്ല. അത് തീരുമാനിക്കുന്നവൻ അള്ളയാ. നീ തീരുമാനിച്ചാൽ ഊരാൻ പറ്റൂല. നിനക്ക് നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അള്ളാഹു തീരുമാനിക്കാതെ നിനക്കത് കഴിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. പ്രതിഫലം 3 എണ്ണം ഞാൻ പറയാം. 3 പ്രതിഫലം ഞാൻ പറയാം. 1, മരിക്കുന്നതിന് മുമ്പ് നിനക്ക് അള്ളാഹു ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആരെങ്കിലും പടച്ചവനെ മരിച്ചുപോയ ഒരു മയ്യത്തിനോട് കരുണ കാണിച്ചാൽ അല്ലാഹുവേ, ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വീട്ടിലും ആ കട്ടില് കൊണ്ടുവരുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, 1ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബ നിനക്കൊന്ന് കാണണോ? അതിന്റെ മുന്നിൽ ചെന്ന് നിന്ന് നിസ്കരിക്കണോ? ആ കഅബയുടെ കില്ല പിടിക്കണോ? ഹജറുൽ അസ്വദ് ചുംബിക്കണോ? മഖാമു ഇബ്രാഹിം കാണണോ? ഹിജ്രി ഇസ്മായിൽ അകത്ത് കേറണോ? അല്ലാഹുവേ, സംസം വെള്ളം കൈകൊണ്ട് കുടിക്കണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 1ാമത്തെ പ്രതിഫലം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാ. വഅദിന്റെ സദസ്സിൽ സ്വർണ്ണമൂരി കൊടുക്കുന്ന പെണ്ണുങ്ങളോട് എന്തിനാടി നിനക്ക് പ്രാന്താണോ? ഇതൊക്കെ എന്തിനാ കൊടുത്തതെന്ന് ചോദിക്കുമല്ലോ. ഇതൊന്നും വെറുതെയല്ല പെങ്ങള്, ഇതൊന്നും വെറുതെയല്ല പെങ്ങള്. അല്ലാഹു നിനക്ക് തരുന്ന 2ാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയുടെ ജനാസ കബറിന്റെ അകത്തിറക്കി വെച്ചു. ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴെ വെച്ചുമ്മ. പക്ഷേ ഖദീജ ബീവിയുടെ കബളിൽ മണ്ണ് തൊട്ടില്ല. റസൂലുള്ളാഹി തല തിരിച്ചു വെച്ചു 2ാമതും 3ാമതും. പക്ഷേ മണ്ണ് തൊടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിങ്ങളുടെ മക്കളുടെ പ്രായമുള്ള ഈ
കൊച്ചുകുട്ടികള് ഉസ്താദേ ഇവരെ കടക്കാരാകരുത്. ഉമ്മയുടെ ശരീരത്ത് കിടക്കുന്ന മോതിരമൂരി വിറ്റിട്ട് വഅദിന്റെ പൈസ കൊടുക്കണ്ട ഉസ്താദേ, ഞങ്ങള് തരാ. ഈ മക്കള് കടക്കാരാകരുത് ഉസ്താദേ. മയ്യത്ത് കെട്ടില് വാങ്ങാനല്ലേ, മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്കല്ലേ ഞങ്ങള് തരാം ഉസ്താദേ. എന്റെ പെങ്ങളെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൂരിയിട്ട് കൊടുത്താ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്ന് കേട്ട് നോക്ക്. ഖദീജ ബീവിയുടെ കബളിൽ മണ്ണ് തൊടാതെ വന്നപ്പോ അള്ളാന്റെ റസൂലിന് അത്ഭുതമായി. എന്റെ പടച്ചവരെ തൊടാത്തത്, എന്റെ പടച്ചവരെ മണ്ണ് തൊടാത്തത്. അള്ളാന്റെ റസൂല് ഖബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖദീജയെ മണ്ണ് തൊടില്ല നബിയേ, ഖദീജയെ മണ്ണ് തൊടില്ല നബിയേ. കാരണം എന്തെന്നറിയോ? ഖദീജ ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. തന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളാ, സദഖ ചെയ്തവളാ, പള്ളികൾക്ക് വേണ്ടി കൊടുത്തവളാ, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തവളാ. സദഖ ചെയ്ത ഖദീജയെ മണ്ണ് തൊടില്ല നബിയേ. ചരിത്രം പഠിപ്പിക്കുമ്പോ നൂറുകണക്കിന് പെണ്ണുങ്ങൾ സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. ഉസ്താദേ, എനിക്ക് ഹജ്ജ് ചെയ്യണം ഉസ്താദേ, എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണണം ഉസ്താദേ, അല്ലാഹുവേ മണ്ണിന്റെ അകത്ത് പുഴുത്തു നാറാതെ എനിക്ക് കിടക്കണം ഉസ്താദ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുമ്പോ കാണാമടാ ചെറുപ്പക്കാരാ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് 70,000 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ച് കൊടുക്കുന്ന സമയത്ത് നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് വലിച്ചൂരുന്ന സമയത്ത് നിനക്ക് കാണണോ? വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം കണ്ടിട്ട് മരിക്കാം, സ്വർഗം കണ്ടിട്ട് മരിക്കാ. അല്ല വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാ, അല്ല വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ? ഇന്നല്ലാഹസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. തരാമെന്ന് അല്ലയാ പറഞ്ഞത്. അതുകൊണ്ട് ആരാ ഉസ്താദ് ഒരു മോതിരം ഞാൻ തരാ ഉസ്താദ്, നല്ലതിന് വേണ്ടിയല്ലേ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജിന് പോകണം, എനിക്ക് മരിക്കുമ്പോ സ്വർഗം കാണണം ഉസ്താദേ. പുഴുത്ത് നാറാതെ 6 അടി മണ്ണിന്റെ അകത്ത് എനിക്ക് കിടക്കണം ഉസ്താദ്. കഴിയുമോ പെങ്ങള്? സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു തീരുമാനിക്കട്ടെ, പടച്ചവനെ തീരുമാനിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് മനസ്സ് നൽകട്ടെ. നിങ്ങളിൽ ആർക്കാ കഴിയുക? നിങ്ങൾ ആരും 10,000-ഉം 20,000-ഉം 50,000-ഉം തരണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പൊന്നുമക്കള് കടക്കാരാകരുത്, അവരുടെ ലക്ഷ്യങ്ങൾ നടക്കണം. ഇന്നത്തോടുകൂടി ഇവിടത്തെ വഅദങ്ങ് തീരരുത്. അടുത്ത വർഷവും ചെയ്യാനുള്ള മനസ്സാ മക്കൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് റബ്ബേ, ആരാ ഈ മക്കളുടെ കൂടെയുള്ളത്? ഉസ്താദേ, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഈ മക്കളുടെ കൂടെ കൂടി ഈ നന്മയ്ക്ക് കൂട്ടുനിന്നാൽ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവര് നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലാ, നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ആരെയും പറഞ്ഞു നിർത്തിയിട്ടില്ല. നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, ഈ മക്കളുടെ കൂടെയാണ് ഞാനും. അതുകൊണ്ട് നിങ്ങളിൽ ആരാ ഉസ്താദ് ഈ പറഞ്ഞ 3 പ്രതിഫലം എനിക്ക് വേണം ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഉസ്താദ് 1,500 രൂപ ഞാൻ തരാം. അൽഹംദുലില്ലാ, ഈ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. മനസ്സുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ആരാ ഇൻഷാ അല്ലാഹ്? അൽഹംദുലില്ലാ, ഒരു വാപ്പ കൈവക്കി 5,000 രൂപ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരാളായി. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ആരാ? പേരെന്താ?
ഈ തരാന്ന് പറഞ്ഞ ആള് എന്റെ പ്രിയമുള്ളവരാരാ? ഒരു ഒരു ഉപ്പ അൽഹംദുലില്ലാ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒരാളാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഉസ്താദ്. 2 അൽഹംദുലില്ലാ. കുലൂ തക്ബീർ 3 കുലൂ തക്ബീർ അൽഹംദുലില്ലാ. 15,000 രൂപ. ഇനി ആരാ ഉള്ളത്? 1,000 രൂപ കൂടെ ഉസ്താദ് ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. എനിക്ക് അല്ലാഹു ആയുസ് തന്നാൽ അല്ലാഹുവേ ഈ 3 പേരുടെയും സദക്ക നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കണേ തമ്പുരാനെ. എല്ലാവിധ ഖൈറു ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 3 പേരായി. ഒരു 3 പേര് ഈ പേരൊന്ന് എഴുതിയിട്ട് 3 പേരായി ഇൻഷാ അല്ലാഹ്. ആരാ? ഒരാൾ കൂടെ ഒരാഴ്ചങ്ങാതി കൈ ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ഒരാൾ കൂടെ കൈപൊക്കിക്ക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 4മതൊരു സഹോദരൻ അല്ലാഹുവേ ആ പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. കുലൂ തക്ബീർ 20,000 രൂപ ഒരാൾ. ആരാ? എന്റെ പ്രിയപ്പെട്ട ഒറ്റ ഒരാൾ കൂടെ. ഉസ്താദേ അല്ലാഹുവേ ഞാൻ തരാം. ഈ പറഞ്ഞ പ്രതിഫലം എനിക്ക് വേണമെന്ന ആഗ്രഹത്തോടെ ആരാ തമ്പുരാനെ? പടച്ചവനെ ഈ 4 പേരുടെയും സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ റബ്ബേ. അൽഹംദുലില്ലാ. 20,000 രൂപ കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. 5 സഹോദരിമാര് കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, അല്ലാഹുവേ പ്രസവത്തിന്റെ വേദന പോലും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല ഉസ്താദേ. പിന്നെങ്ങനാ ഞങ്ങൾ മരണവേദന സഹിക്കുക? മരിക്കുമ്പോ ഞങ്ങൾക്ക് സ്വർഗം കാണണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഖദീജ ബീവി കടന്നതുപോലെ പുഴുത്തു നാറാതെ കബറിന്റെ അകത്ത് കിടക്കാരാ. കരുണക്കടലേ അല്ലാഹുവേ 4 ആണുങ്ങളും 5 പെണ്ണുങ്ങളും സ്വീകരിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ റബ്ബേ.